LPSC റാങ്ക് ഹോൾഡേഴ്സ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച യുവമോർച്ച സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. മാർച്ചിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാൻ നമുക്ക് പ്രതിഷേധക്കാരെ കാണാം. പോലീസ് ബാരിക്കേഡ് വെച്ച പ്രതിഷേധക്കാരെ തടഞ്ഞിട്ടുണ്ട്. അത് മറിച്ചിടാനുള്ള ശ്രമമാണ് യുവമോർച്ച പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ടി വി പ്രസാദ് വിവരങ്ങളുമായി ചേരുകയാണ്. ടി വി പ്രസാദ്, LPSC സമരം തുടരുകയാണ്. ഇന്നവർ പുല്ലു തിന്ന് പ്രതിഷേധം നടത്തുകയായിരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ റാങ്ക് ഹോൾഡേഴ്സ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള യുവമോർച്ച സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. വിവരങ്ങൾ മാധു, മൂന്നാമത്തെ ദിവസമാണ് യുവമോർച്ചയുടെ മാർച്ച്. PSC സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടാണ് തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും സെക്രട്ടേറിയറ്റിലേക്ക് യുവമോർച്ച മാർച്ച് സംഘടിപ്പിച്ചത്. പ്രകടനമായി എത്തിയ പ്രവർത്തകർ ആദ്യം സമരം ചെയ്യുന്ന PSC ഉദ്യോഗാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. അതിന് പിന്നാലെയാണ് വീണ്ടും പ്രകടനമായി സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിയതും സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ശ്രമമുണ്ടായത്. ഇപ്പോഴും പോലീസും പ്രവർത്തകരും തമ്മിൽ നേർക്കുനേർ നിൽക്കുന്നുണ്ട്. ഒരു സംഘർഷത്തിലേക്കുള്ള സാധ്യത നിലവിലില്ലെങ്കിൽ പോലും അത് പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലുള്ളതിലും കൂടുതൽ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളൊരു മാർച്ചാണ് ഇന്ന് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പോലീസ്, ജലപീരങ്കി ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളുമായി ഇവിടെയുണ്ട്. കാരണം ഒരു സംഘർഷം പോലീസ് മുന്നിൽ കാണുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. പ്രകടനമായി എത്തിയ പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ശ്രമമായി ആയിരുന്നു ആദ്യം മുന്നോട്ട് പോയത്. വീണ്ടും ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുണ്ടാകുന്നു. അങ്ങനെയെങ്കിൽ ഏതാനും നിമിഷത്തിനകം തന്നെ ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ് തുടങ്ങും എന്നുള്ളതാണ്. പ്രവർത്തകരെ ഇവിടുന്ന് മാറ്റുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഉള്ളതുപോലെ തന്നെ ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുണ്ടാകുന്നു എന്നതാണ് മാധു. അതിശക്തമായ പ്രതിഷേധമാണ് യുവമോർച്ച കഴിഞ്ഞ 2 ദിവസങ്ങളിലും സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയത്. തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലേക്ക് ചാടിക്കയറാനുള്ള ഒരു ശ്രമം പോലീസിനെതിരെയും സർക്കാരിനെതിരെയും അതിരൂക്ഷമായ മുദ്രാവാക്യങ്ങളാണ് പ്രവർത്തകർ മുഴക്കുന്നത് എന്നതാണ്. ജലപീരങ്കി തയ്യാറാണ്, പോലീസും തയ്യാറാണ്. വലിയ പ്രതിരോധം പ്രവർത്തകർക്ക് നേരെ പോലീസ് തീർക്കുന്നു എന്നതാണ്. അതിശക്തമായ മുദ്രാവാക്യമാണ് പോലീസിനെതിരെയും അതുപോലെ സർക്കാരിനെതിരെയും മുഴക്കുന്നത്. യുവമോർച്ചയുടെ നേതൃത്വത്തിലാണ് അതിശക്തമായ പ്രതിഷേധം. യുവമോർച്ചയുടെ പ്രധാനപ്പെട്ട നേതാക്കളും പ്രവർത്തകരുമെല്ലാം ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു. ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള വലിയ ശ്രമമാണ്. ഏതാനും നിമിഷത്തിനകം തന്നെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കാനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഒരു സംഘർഷത്തിലേക്ക് പോയേക്കുമെന്ന് പോലീസ് മുൻകൂട്ടി കാണുന്നുമുണ്ട്. അതുകൊണ്ട് എല്ലാ സംവിധാനങ്ങളും പോലീസ് ഒരുക്കിയിട്ടുമുണ്ട്. ഒരു ഭാഗത്ത് ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് ബാരിക്കേഡിൻ്റെ മുകളിലേക്ക് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. ജലപീരങ്കി പ്രയോഗിക്കാൻ പോലീസ് പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാവുകയാണ്. സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇങ്ങോട്ടേക്ക് പ്രതിഷേധ മാർച്ച് ഇന്ന് സംഘടിപ്പിച്ചത്. പ്രതിഷേധ മാർച്ച് വന്ന പാടെ തന്നെ സമരഗേറ്റിന് മുന്നിലെ 2 നിരയിലായാണ് ബാരിക്കേഡ് വെച്ചിരിക്കുന്നത്. ആ ബാരിക്കേഡ് തള്ളി മാറ്റാനുള്ള ശ്രമം നടത്തി, പക്ഷെ അത് വിജയിച്ചില്ല. അതിനുശേഷം ബാരിക്കേഡിന് മുകളിലേക്ക് പ്രവർത്തകർ കയറാൻ ശ്രമിച്ചപ്പോൾ പോലീസ് തടഞ്ഞു. 2 സ്ഥലത്തും വലിയ സന്നാഹമുണ്ട്. അപ്പുറത്തെ വശം എന്ന് പറഞ്ഞാൽ അവിടെയും പോലീസ് പ്രതിരോധം തീർത്തു. പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉന്തും തള്ളും ഉണ്ടായ സമയത്താണ് ചെറിയ തോതിൽ പോലീസ് ശക്തിയായ തുടർച്ചയായിട്ടുള്ള ജലപീരങ്കി വാഹനത്തിൽ നിന്ന് വെള്ളം. ടി വി പ്രസാദ് കൂടി വിവരങ്ങളുമായി ചേരുകയാണ്. ടി വി പ്രസാദ്, വലിയ സംഘർഷമാണ് ഉണ്ടായത് പ്രവർത്തകരും പോലീസുകാരും തമ്മിൽ. ഇപ്പോൾ സംഘർഷത്തിലായിട്ടുണ്ടോ?
ആ സംഘർഷത്തിന് അയവുണ്ട് എന്ന് പറയാനായില്ല മാധു. കാരണം പ്രവർത്തകരും പോലീസും നേർക്കുനേർ നിൽക്കുന്നുണ്ട്. ഏത് നിമിഷവും ഇനി വീണ്ടും ജലപീരങ്കിക്കുള്ള സാധ്യതയുണ്ട്. പോലീസിന് നേരെ തിരിയാനുള്ള സാധ്യതയുമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലും ഇങ്ങനെ തന്നെയായിരുന്നു. ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ശ്രമം നടത്തി. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഇതാ ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു. വീണ്ടും ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ശ്രമം. ഏത് നിമിഷവും വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്യും. പോലീസും പ്രവർത്തകരും തമ്മിൽ നേർക്കുനേരുടെ സംഘർഷം ഒഴിവാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലും എന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തെ സമരത്തിന് കുറച്ചുകൂടി പ്രവർത്തകരുടെ എണ്ണം കൂടുതലുണ്ട്. അതുകൊണ്ട് ഒരു സംഘർഷ സാധ്യത പോലീസ് മുൻകൂട്ടി കാണുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ സംവിധാനങ്ങളുമായിട്ട് തന്നെയാണ് പോലീസ് ഇന്ന് എത്തിയിരിക്കുന്നത്. ബാരിക്കേഡ് അതിശക്തമായി തള്ളിമാറ്റാനുള്ള ശ്രമം പ്രവർത്തകർ വീണ്ടും നടത്തുന്നു. ആ യുവതികൾ ഉൾപ്പെടെയുള്ളവർ ബാരിക്കേഡിന് മുകളിലേക്ക് കയറുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒന്നാം ഘട്ടത്തിലുള്ള ജലപീരങ്കി പ്രയോഗം കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ഘട്ടത്തിലേക്കാണ്. നമുക്കറിയാവുന്നതുപോലെ PSC ഉദ്യോഗാർത്ഥികളുടെ സമരം അതിശക്തമായ ഘട്ടത്തിലേക്ക് നീങ്ങുന്നതിനിടെയാണ് അവർക്ക് പിന്തുണയുമായി കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നുമായി യുവമോർച്ച അതിശക്തമായ പ്രതിഷേധം സെക്രട്ടേറിയറ്റിലേക്ക് നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതിനു പോലെ തന്നെ പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെയാണ്. ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള വലിയ ശ്രമം പ്രവർത്തകർ കൂട്ടത്തോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ വീണ്ടും ജലപീരങ്കി പ്രവർത്തകർക്ക് നേരെ രണ്ടാമതും ജലപീരങ്കി. രണ്ടാമത്തെ തവണയും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല. മാധു, അതാണ് 2 വട്ടം ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിന്നോട്ട് പോകാതെ മുന്നോട്ട് തന്നെ പോവുകയാണ്. BJPയുടെ പതാക സെക്രട്ടേറിയറ്റിലേക്ക് വലിച്ചെറിയുന്നു എന്ന ജലപീരങ്കി വാഹനത്തിന് മുന്നിലേക്ക് പതാക വലിച്ചെറിയുന്നതൊക്കെ കാണാൻ ഇപ്പോൾ പ്രതിഷേധക്കാർ കൂട്ടം കൂടി സെക്രട്ടേറിയറ്റിന്